അമ്മൂമ്മ. ഡോണ്ട് കോൾ മീ അമ്മൂമ്മ. അമ്മൂമ്മ കിമ്മൂമ്മ ആൾക്കാർ കേട്ട നാണക്കേടാണ്. സില്ലി ബോയ്. From where you are coming right now? എവിടെന്നാ വരുന്നേന്ന്? ഞാൻ ചോനറത്തലേന്ന് ഒരു മീറ്റിംഗിന്റെ ആവശ്യത്തിന് വൈറ്റില വരെ വന്നതാണ്. നല്ല കാറില്ല, അമ്മൂമ്മയുടെ കാറാണോ? Stay away. പുതിയ കാറാണ്, തൊട്ടാൽ പോറൽ വീഴും. അമ്മൂമ്മ, നമുക്ക് ഈ കാറിൽ കയറി വാഴക്കാല വരെ പോണ്ടേ? ഞാൻ പറഞ്ഞു അമ്മുമ്മ കുമ്മുമ്മ എന്ന് വിളിക്കരുതെന്ന്. നാട്ടുകാർ കേട്ടാൽ എനിക്ക് നാണക്കേടാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടൊന്നും കറങ്ങാൻ സമയമില്ല. എനിക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, മണീട്, പിറവം, പാഴൂര് പോകണ്ടെന്ന് ആവശ്യമുണ്ട്. ഞാനൊരു ബിസിനസ് ലേഡിയാണ്. നിർഭാഗ്യവശാൽ നിങ്ങളുടെ അമ്മൂമ്മയായി, അല്ല നിങ്ങളുടെ ഗ്രാൻഡ്മ ആയി. All of you get out. I am going to ചോനറത്തല. Bye. എന്തോ നോയിക്കൊണ്ടിരിക്കാ, വഴിന്ന് മാറി നിൽക്കടോ. അമ്മ, എന്നമ്മാ എന്താ നാവ ചെയ്ത്? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു, വന്ന് നശിപ്പിച്ച് കളഞ്ഞത്. എന്തോന്ന് അയ്യോ, நான் ஒன்னும் செய்யலம்மா. ചെയ്തില്ല. கனவுல டிரைவிங் செஞ்சிட்டு இருந்தாங்க, திட்டுறாங்க. നല്ലൊരു വണ്ടി ഞാൻ നല്ല സ്പീഡിൽ ഓടിച്ചോണ്ട് പോന്നു, എന്നാ കൺട്രോളും ഉണ്ട്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോന്ന കണ്ടിട്ടേ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി തൊഴുതോണ്ടിരിക്കുന്നു. ഏത് വണ്ടിയാ ഓടിച്ചേ? അതറിഞ്ഞൂടാ. വണ്ടി ഓടിച്ച് എവിടെ വരെ പോയി? വണ്ടി ഓടിച്ചോ? വണ്ടി ഓടിച്ച് ഞാനങ്ങ് വാഴക്കാല വരെ പോയി. വാഴക്കാല വരെ പോയോ? ലച്ചു, ഞാൻ വിചാരിച്ച എനിക്കിപ്പോഴും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലയോ? പിന്നില്ലേ, ഇവിടെ 100 വയസ്സായ ആൾക്കാരെ വണ്ടി ഓടിക്കാൻ പഠിക്കണം. പിന്നെ അതാരാ 100 വയസ്സായവര്? അതിശോക്തി പറഞ്ഞേടേ, വിട്, ക്ഷമിച്ചു വിട്. അമ്മൂമ്മ, അമ്മൂമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പുഷ്പം പോലെ പറ്റും അമ്മൂമ്മേ. ഒരു മാസം ഡ്രൈവിംഗ് സ്കൂളിൽ പോയാ മതി. പിന്നെ അമ്മൂമ്മക്ക് ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഒരു 2 മാസമൊക്കെ പിടിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അമ്മൂമ്മക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, കണ്ണും നന്നായിട്ട് കാണുകയൊക്കെ ചെയ്യും. പിന്നെ പൊളിക്കും. നമ്മൾ വണ്ടി പഠിക്കാൻ പോകുമ്പോഴേ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ലയോ? എളുപ്പമാണ്. നമ്മളൊരു കാർ മേടിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാറ് മേടിക്കുന്നതിനെ പറ്റി നല്ല അഭിപ്രായമാണ്. വീടാകുമ്പോഴത്തേക്ക് ഒരു വണ്ടിയൊക്കെ ഉള്ളത് നല്ലതാണല്ലോ. പിന്നെ ഇപ്പൊ പഴയതുപോലെ കാറ് മേടിക്കാൻ അത്ര വലിയ ചടങ്ങൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാ, പെട്ടെന്ന് കാര്യം കഴിയും. നമ്മൾ വിചാരിച്ച ഒരു കാർ മേടിക്കാൻ പറ്റത്തില്ലയോ? പറ്റില്ലോ, സിമ്പിൾ ആയിട്ട് പറ്റും. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു കാർ മേടിച്ചാലോ? കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ? ഈ വക കാര്യങ്ങളൊന്നും ഞാൻ തമാശ പറയാറില്ല. അല്ല, അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരു കാർ മേടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല, യാതൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ കാശൊന്നും നോക്കണ്ട, നമുക്കൊരു കാർ അങ്ങ് മേടിക്കാം. കാർ മേടിക്കാൻ വന്നേ. ചേട്ടാ, വണ്ടി ഏതാ മേടിക്കുന്നതെന്ന് തീരുമാനിച്ചോ? മക്കളെ, ഇതങ്ങനെ ചാടിക്കേറി എടുക്കേണ്ട തീരുമാനമൊന്നുമില്ല. കാറാണ്, കാറ്. നമ്മൾ ഫസ്റ്റ് കാറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കും, പണി കിട്ടും. ചേട്ടാ, ഈ കാർ കൊള്ളാം, നമുക്ക് ഇത് മേടിക്കാം. ഇതാണോ?
യെസ് റോൾസ് റൈസ് യെസ്. മേടിക്കാൻ ഒക്കോണം. എന്താ മേടിച്ച? ഇത് ഭയങ്കര വിലയാണ് ഞാനൊക്കെ. കേസോ എന്നാച്ചുടാ വണ്ടി സെലക്ട് பண்ணியாச்சா? ഓ സെലക്ട് ചെയ്തോ, പുറത്ത് കിടക്കണം, മേടിക്കുകയും ചെയ്തു. അയ്യോ ഞാൻ പാക്കവേ ഇല്ല. കനകാന്റി ഇങ്ങനെ ചാടിക്കയറി എടുക്കാൻ പറ്റുമോ? ഇത് ഇല്ലല്ലോ. ഫസ്റ്റ് തീരുമാനിക്കണം എന്താണ് ഏതാണെന്നൊക്കെ നോക്കട്ടെ. ചേട്ടാ ആകെപ്പാടെ ഈ വീട്ടില് കാറിനെ കുറിച്ച് കുറച്ച് ബോധവും വിവരവും ഒക്കെ ഉള്ളത് എനിക്കായി പോയി. അതെന്റെ തെറ്റാണോ? கேசு நம்ம வண்டி வாங்கும்போது பெரிய வண்டியா வாங்கணும். அப்பதானே நம்ம எல்லாருக்குமா சேர்ந்து போக முடியும். அப்படியே நம்ம மதுரைக்கு போனோம், படவலம் போனோம், எல்லா இடத்துலயும் சுத்தி பார்த்துட்டு வரணும். ലച്ചേ എന്തായി കാര്യങ്ങള്? സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വണ്ടിയെ പറ്റി ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ. എന്തായി എന്ന് ചോദിച്ചാല് ചേച്ചി, നമ്മള് ഈ കാർ എടുക്കുമ്പോ നമ്മൾ ഫസ്റ്റ് അതിന്റെ എഞ്ചിന്റെ കാര്യം നോക്കണം. എഞ്ചിൻ ഏതാണ്, എത്ര CC എഞ്ചിനാണ്, അത് ഇതൊക്കെ നോക്കണം. പിന്നെ ടയർ ഇനിയിപ്പോ ഡയമണ്ട് കട്ട് വേണോ, അത് വേണോ, ഇത് വേണോ അതൊക്കെ നോക്കണം. പിന്നെ റിയർ വ്യൂ മിറർ. നമ്മുടെ ഈ വീട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടി അത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാവർക്കും കൂടെ പോവാൻ കുഞ്ഞു വണ്ടി നല്ല കളറായിരിക്കണം. പിന്നെ മഞ്ഞ, നീല, വെള്ള, ചുവപ്പ് ഇതൊന്നും വേണ്ട. മഞ്ഞ, നീല, വെള്ള, ചുവപ്പൊന്നും വേണ്ടെങ്കിൽ കറുപ്പ് എടുക്കാം. കറുപ്പ് വേണ്ട. തത്തപ്പച്ച ആയാലോ? അയ്യേ തത്തപ്പച്ച കൊള്ളൂല. എന്നാ പിന്നെ ചാണകപ്പച്ച എടുക്കാം. അയ്യേ ചാണാപ്പച്ച. ജമന്തിയോட കളർ എടുത്താലോ? ജമന്തി കളറ്, ചെമ്പരത്തി കളറായാലോ? ഒരു സെൻസും ഇല്ലാതെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ? കളർ സെൻസ് സാധനമില്ല. ഇറക്കണ്ട. ഇപ്പൊ കളർ സെൻസിന്റെ കാര്യം വിട്. എന്നിട്ട് ബഡ്ജറ്റ് പറ. ലച്ചേ പറ, ബഡ്ജറ്റ് പറ. അമ്മൂമ്മയുടെ വണ്ടിയല്ലേ അമ്മൂമ്മ പറ. എന്റെ വണ്ടി പെണ്ണിന്റെ ഒരു കാര്യം. മക്കളെ എത്ര ലക്ഷം രൂപയൊക്കെ ആവുമായിരിക്കും ഒരു വണ്ടിക്ക്? നമുക്ക് അങ്ങനെ പോയാലും ഇത്രയും പേർക്ക് ഇരുന്ന് പോകണ്ടേ? ഇപ്പോ മിനിമം ഒരു 7 സീറ്റർ എങ്കിലും വേണ്ട വരും. 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന വണ്ടി അതെങ്കിലും വേണ്ട വരുമല്ലോ. അതിന് ഒരു 10, 12, 15 രൂപ അടുത്ത് വരും. 15 ലക്ഷം. 15 ലക്ഷം. അപ്പൊ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മളൊരു 5 ലക്ഷം രൂപ അടച്ചെന്നിരിക്കട്ടെ. മാസം ഒരു 15,000 രൂപ EMI വരും. 5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 15,000 രൂപ കൊടുക്കണോ? അത് വലിയ കുഴപ്പമില്ലാതെ അടഞ്ഞു പോവുക അമ്മൂമ്മ. നമുക്ക് പടവലത്തെ വല്ല തേങ്ങയോ വല്ല റബ്ബറോ വല്ല കുരുമുളകൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടഞ്ഞു പോകുമല്ലോ. ആണെങ്കിൽ 2 തേക്ക് വെട്ടിരിക്കുകയാണ്. ആണ് സിമ്പിള്. അല്ല ചുമ്മാ പറഞ്ഞത്, അടച്ചു പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു 5 ലക്ഷം രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചടച്ചാ പോരെ? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ കൊടുത്താലേ? അല്ല അതിന് അമ്മൂമ്മയുടെ ഒരു 10 ലക്ഷം ഒക്കെ എടുക്കാനുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്നാ? ലച്ചുവിന്റെ കയ്യിലില്ലേ? എന്റെ കയ്യില. നീയല്ലേ കാർ മേടിക്കുന്നേ, അപ്പൊ നീയല്ലേ കാശ് കൊടുക്കണ്ടേ? അമ്മൂമ്മക്കല്ലേ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി വണ്ടി വേണ്ടത്. അപ്പൊ അമ്മൂമ്മ വേണ്ടേ മേടിക്കാൻ? എന്റെ കയ്യിൽ എവിടുന്നാ? നീയല്ലേ കാശ് കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ എന്റെ കയ്യിൽ എവിടെന്നാ? അപ്പൊ എന്റെ കയ്യിൽ അവിടെ കണ്ടിരിക്കുന്നോ? അത് ശരി. അപ്പൊ ഞാൻ വണ്ടി മേടിക്കുമെന്ന് വിചാരിച്ചായിരുന്നല്ലേ ഈ ചർച്ച മൊത്തം? പിന്നല്ലാതെ. പിന്നെ എന്റെ തലയ്ക്ക് ഓളമല്ലേ. 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റും കൊടുത്ത് അതിന് മാസാമാസം അതിന്റെ EMI അടച്ച് എന്നിട്ട് അമ്മൂമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും വില കൂടിയ വണ്ടി. ഇനി മേലെ മാത്രം സ്വപ്നം കൊണ്ടോണ്ട് വന്നാണ്ടല്ലോ. എന്നിട്ട് ലച്ചു മേടിക്കും പോലും ഇരിക്കുന്നു ലച്ചുവിന്റെ കയ്യില്. ഞാൻ കരുതി അവള് മേടിക്കുമായിരിക്കുമെന്ന്. അമ്മമ്മ അപ്പൊ നമ്മളെ കാറ് മേടിക്കുന്നില്ലേ? പിന്നെ ഇത്രയും വില കൊടുത്ത് കാർ മേടിക്കാനേ എന്റെ തലയെ കൂടെ വണ്ടി ഓടുന്നു. கார்ல ஏறி மதுரையில போலாம்னு நான் சும்மா ஆசிச்சேன். வேஸ்ட். കാണിച്ചല്ലേ നമുക്കേ നമുക്ക് ഈ ലക്ഷറി കാറേ പറഞ്ഞിട്ടുള്ളൂ. നീ വണ്ടി കയറ്. യെസ്.